എല്ലാ ജീവിതങ്ങളും കരുതിയിരുന്നു പാതിരാ ചാറ്റുകൾ ഓരോന്നായി ഇതുപോലെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഇനിയൊരു യുവാവും ഒരു മുഴം കയറിൽ അവസാനിക്കരുത്. ചോദിച്ചാൽ അതിന് തടസ്സങ്ങളില്ലെങ്കിൽ അത് പറയാം. ഇത് രാഹുലിനെതിരെയുള്ള ഈ ആരോപണം സ്പാർക്ക് ചെയ്യുന്നത് ഒരു നടിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരിതുവരെ രാഹുലിനെതിരെ ഒരു പരാതിയും രേഖാമൂലം നൽകിയിട്ടില്ല. അവരെവിടെയെങ്കിലും സാക്ഷിയായിട്ടുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല. അതിജീവിതകളെക്കുറിച്ച് പറയണ്ട, അവരുടെ ആ നിലപാടിൽ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയിൽ നിന്ന് പരിചയപ്പെട്ട് ആദ്യത്തെ 24 മണിക്കൂറിനകം തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് ഞാനും കണ്ടു. അങ്ങനെയുള്ള ഒരാളെ ഏതാണ്ട് 24 മാസങ്ങൾ കഴിയുമ്പോഴും ആ സമയത്ത് കൃത്യമായി പറഞ്ഞാൽ രാത്രി 12:28 ഉച്ചയ്ക്കല്ല, രാത്രി 12:28 വീഡിയോ കോൾ ചെയ്ത് എന്തിനായിരുന്നു ഈ വ്യക്തി? രാഹുൽ ചെയ്തു എന്നാണോ ഈ ആരോപണം ഉന്നയിച്ച ആൾ? രാഹുൽ വീഡിയോ കോൾ ചെയ്തതെന്നല്ല, തിരികെ രാഹുലിനെ വിളിക്കും. അതെ, പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഒരു ആസ് എ വിമൻ, ആസ് എ വനിത എന്നെ എനിക്ക് ഒരാളോട് സംസാരിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായാൽ അവിടെ ഒരു ബ്ലോക്ക് അവിടെ അവസാനിച്ചു. അല്ലാതെ ഞാൻ കുറേ നാൾ തുടരുകയും നാൾ കഴിയുമ്പോൾ ഞാൻ രാത്രി കാലങ്ങളിൽ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്യുകയും എന്നിട്ട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്നൊരു മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് എങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്ന മാനിപ്പുലേഷൻ എന്ന് സ്വാഭാവികമായിട്ടും സംശയം.